പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിനെ നാം അറിയുകയും സ്നേഹിക്കുകയും വേണം. യേശുവിനെ അറിയുമ്പോഴാണ് യേശുവിനെ കൂടുതലായിട്ട് നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്. യേശു എനിക്ക് ആരാണ്? യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്? ആ രക്ഷ എപ്രകാരമാണ് നാം നേടിയെടുക്കുന്നത്? ഇതിനെക്കുറിച്ചൊരു ബോധ്യം നമുക്ക് വ്യക്തമായി ഉണ്ടാകണം. യേശുനാഥൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. റോമ 5:8 തിരുവചനം പറയുന്നു, വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം അവിടുന്ന് പ്രകടമാക്കി. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ യേശുനാഥൻ സ്വന്തം ജീവൻ നമുക്കായി ബലിയർപ്പിച്ചു. തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ച് നമുക്ക് നൽകി. നമുക്ക് ആത്മീയ ഭോജനം നൽകുകയാണ് ചെയ്തത്. പാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിച്ചു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-16 തിരുവചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം വ്യക്തമാകുന്നത്. നാം എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനാണ് തൻ്റെ പുത്രനായ യേശുനാഥനെ പീഡാസഹനത്തിന് പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. കാൽവരിയിൽ നാം കാണുന്നത് സഹനവും ക്ഷമയും കരുതലും പ്രത്യാശയും പാപപരിഹാര ബലിയും ഒക്കെയാണ്. ഈശോയുടെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും രക്ഷാകരമായ മൂല്യമുണ്ട്. ഈശോയുടെ പീഡാനുഭവ മരണം എല്ലാം ഓർമ്മിക്കുന്ന ദിനമാണല്ലോ ദുഃഖവെള്ളി. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി യേശു സഹിച്ച പാടുപീഡകൾ എത്രമാത്രമാണെന്ന് അറിയുവാനും ചിന്തിക്കുവാനും ഈ ദിനം നമ്മെ സഹായിക്കണം. എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്? രക്തം ചിന്താതെ പാപമോചനമില്ല. അതും പരമപരിശുദ്ധമായ രക്തമായിരിക്കണം. നമ്മുടെ പാപക്കറകൾ കഴുകുന്നത് പരിശുദ്ധമായ രക്തം കൊണ്ടായിരിക്കണം എന്നതിനാൽ പരിശുദ്ധമായ രക്തം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവപുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് പീഡാസഹനത്തിനും കുരിശുമരണത്തിനും പിതാവായ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. യേശു മാത്രമാണ് പരമപരിശുദ്ധ ആയി ഈ ഭൂമിയിൽ ഉള്ളൂ എന്ന് പിതാവ് മനസ്സിലാക്കി. യേശുവിൻ്റെ കുരിശിലെ ആ മരണത്തോടെ, യേശു സഹിച്ച പീഡകളോടെ, യേശുവിൻ്റെ തിരുരക്തത്താലാണ് നാം പാപക്കറകൾ കഴുകപ്പെട്ടത്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് എന്ന്. ഈ രഹസ്യം നാം മനസ്സിലാക്കും തോറും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ ബഹുമാനവും ആദരവും ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ചിന്തയും നമ്മിൽ ഉണ്ടാകും. ഈശോയോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയം ജ്വലിക്കും. നാം യേശുവിനോട് നന്ദിയും കൃതജ്ഞതയും ഉള്ളവരായി മാറും. എങ്ങനെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിച്ചുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ തൻ്റെ സഹോദരങ്ങളെയും സ്നേഹിക്കും. അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട് നാം ജീവിക്കുമ്പോൾ
ദൈവം അതിൽ പ്രസാദിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിനുണ്ടായ സഹനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, നിന്ദനങ്ങൾ, അപമാനങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിലും പല രീതിയിലും ഉണ്ടായെന്ന് വരാം. അവയെ നിരാശ കൂടാതെ പ്രത്യാശയോടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത്, സഹനങ്ങളെ സ്വീകരിക്കുന്നത് ദൈവം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. ദുഃഖിതരുടെ കണ്ണീരൊപ്പുന്നതും അതുപോലെ അവരെ സഹായിക്കുന്നതും നമ്മുടെ ദൈവം നമുക്ക് നൽകിയ സമയവും കഴിവും സമ്പത്തും ആരോഗ്യവുമെല്ലാം അതർഹിക്കുന്നവർക്കായി പങ്കുവെക്കുന്നതുമെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു വിശാലമായ ഹൃദയമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. വിശുദ്ധ യാക്കോബ് 2:17 പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 തിമോത്തി 5:8 തിരുവചനം പറയുന്നു, ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. അപ്പോൾ നാം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കടപ്പെട്ടവരാണ്. നാം പ്രവൃത്തി കൂടാതെ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് നിർജീവമാണ്, അത് ജീവനില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ദൈവത്തെയും ദൈവത്തിൻ്റെ വചനങ്ങളെയും സ്നേഹിക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുമ്പോൾ യേശുവിന് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-40 തിരുവചനത്തിൽ അത് വ്യക്തമായിട്ട് യേശു തന്നെ പറയുന്നുണ്ട്. അപ്പോഴാണ് യേശുനാഥൻ നമുക്ക് നേടിത്തന്ന ആ രക്ഷ സ്വന്തമാക്കാൻ നമുക്ക് കഴിയുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.